തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലും ഈ മണ്ണിലും സഖാവ് ഉണ്ട്. PJ ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. CPM പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിന് പിന്നാലെ കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ P. ജയരാജനെ പോറ്റിക്കൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സഖാവിനെ അതായത് സഖാവിനെ മാറ്റി നിർത്തിയതാണോ അതോ? അല്ല, ഈ P. ജയരാജന് പൊതുവെ എല്ലായിടത്തു നിന്നും ഇവരങ്ങ് തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കണ്ണൂരിലെ ജയരാജന്മാർ 3 പേരുണ്ട്. P. ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ. ജയരാജ ഒരു കൂട്ടമാണുള്ളത്. അതിലെ ഒരു പ്രധാനി തന്നെയാണ് P. ജയരാജൻ. P. ജയരാജന് ഇവിടെ നിൽക്കേണ്ട ആളല്ല, ഉയരങ്ങളിലേക്ക് തന്നെ വരേണ്ട ആളാണ്. ഇദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടി അങ്ങ് എന്തും ചെയ്യാനായിട്ട് തയ്യാറെടുത്തു. കൊന്നിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരിക, വെട്ടാൻ പറഞ്ഞാൽ കുത്താൻ പറഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ഏറ്റെടുക്കുക. അതുകൊണ്ട് എന്ത് പറ്റി? പാർട്ടിയിലെ ഒരു കൊലയാളി എന്നുള്ള ഒരു സ്ഥാനമാണ് P. ജയരാജന് കിട്ടിയത്. CPM-ൻ്റെ കൈകൊണ്ട് വെട്ടും കുത്തും കാര്യങ്ങളും ഒക്കെ ഏറ്റിട്ടുള്ളവർ എല്ലാം തന്നെ ഉടനെ P. ജയരാജനാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറഞ്ഞതുപോലെയാണ് P. ജയരാജൻ അങ്ങ് എല്ലാത്തിലും പ്രതിയാക്കി വന്നു. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് പാർട്ടി തീർച്ചപ്പെടുത്തുമ്പോൾ ആ പേര് പറഞ്ഞ് തഴയാമല്ലോ. ഈ മറ്റ് ജയരാജാക്കന്മാരൊന്നും ഉണ്ടാക്കിയതുപോലൊന്നും ഈ P. ജയരാജൻ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ഒരു സാധാരണ വീടാണ്. ഞാൻ പോയി കണ്ടിട്ടുള്ളതാണ്. 2019 വടകരയിൽ അദ്ദേഹം മത്സരിച്ചു. ആ സമയത്ത് ഞാൻ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഒരു വിഷുദിനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നത്. അവിടെ ആരോ ഒക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ അവിടെ വരുന്നു, എല്ലാവരും അടുക്കളയിൽ കയറുന്നു, ഉച്ചയ്ക്ക് എല്ലാവരുമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഈ P. ജയരാജനെ വെളിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് മോശമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഈ പിണറായിയുടെ മക്കളെ പോലെ അങ്ങ് വിദേശത്തും അല്ലെങ്കിൽ നാട്ടിൽ മാസപ്പടിയൊന്നും വാങ്ങിച്ച് ജീവിക്കുന്നവരല്ല. ചെറിയ ചെറിയ ജോലി, വർക്ക്ഷോപ്പോ നടത്തുമോ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്ത് കഴിയുന്നവരാണ്. വീട് മണിമാളികയൊന്നുമല്ല ഈ P. ജയരാജൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് പോലൊന്നും, സാധാരണയാണ്. അദ്ദേഹത്തെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അവിടുന്ന് കൊണ്ടുവന്ന് വടകരയിൽ മത്സരിപ്പിച്ചത്. അന്ന് വടകരയിൽ മത്സരിക്കാനായിട്ട് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന കോൺഗ്രസിലെ K. മുരളീധരനെയാണ് അവിടെ ഇറക്കിയത്. വലിയ മത്സരമായിരുന്നുള്ളതാണ്. K. മുരളീധരനിലൂടെ P. ജയരാജൻ തോൽവി സംഭവിക്കുകയും ചെയ്തു. 2019 പിന്നെ CPM-ന് വിജയമില്ലല്ലോ, ആലപ്പുഴയിൽ മാത്രമാണ് വിജയമുണ്ടായിട്ടുള്ളത്. അങ്ങനെ വടകരയിലും വീണു എന്നുള്ളതാണ്. വടകരയൊക്കെ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള ഇടം കൂടിയാണ്. P. ജയരാജനായിട്ട് പോലും അവിടെ പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. അത് വലിയ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അന്ന് അവിടെ പാർട്ടിയിൽ ഈ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് കൊണ്ടുപോയത്. അപ്പോൾ MP സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും ഇദ്ദേഹത്തെ തിരികെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നില്ല, ഒതുക്കി. മറിച്ച് MV ജയരാജന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് മത്സരിപ്പിക്കാൻ ഇറക്കി, തിരിച്ചു അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കി മാറ്റുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ VN വാസവനെയും അദ്ദേഹവും 19 കോട്ടയത്ത് നിന്ന് മത്സരിച്ചു, പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ P. ജയരാജനെ ഓരോ സമയത്തും തഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എന്താണ്? കുറേ കാലമായിട്ടിരിക്കുന്നതാണ് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട്. ഈ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിട്ട് മുമ്പ് ഇരുന്നിട്ടുള്ളത് ആരൊക്കെയാണെന്ന് കേൾക്കണമെന്ന് അറിയാമോ? കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ശോഭന ജോർജ്, ചെങ്ങന്നൂർ MLA, കോൺഗ്രസുമായിട്ടൊക്കെ ഇടഞ്ഞ് പിന്നീട് CPM-ൽ വന്നു. CPM-ൽ വന്നപ്പോൾ പിണറായി വിജയൻ ചെയ്ത പ്രത്യുപകാരമാണ് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാക്കി.
പിന്നീട് അടുത്ത തവണ 2021 വന്നപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ മറ്റൊന്ന് ഔഷധിയോ അതിൻ്റെ ചെയർപേഴ്സണായിട്ടിരിക്കുന്നു. ഈ ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനാക്കാനായിട്ട് ചെറിയാൻ ഫിലിപ്പിനെ വെച്ചിരുന്നു. ഈ ശോഭന ജോർജാണ് ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടില്ലേ, പിന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നു. ചുവന്ന പട്ടൊക്കെ ഉടുത്ത് ചോപ്പിച്ച് മൊത്തം ചുവന്നു നിൽക്കുകയാണ്. പിണറായിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി. കമലാ വിജയം പോലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സംഗതി ഈ ശോഭന ജോർജിനുണ്ടോ? കോൺഗ്രസിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും കിട്ടി പോയതാണ്, എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും. അത് വായിച്ചെടുത്തുള്ള. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടും തൃപ്തയാകാഞ്ഞിട്ട് പിന്നെ CPM-നകത്ത് വന്ന് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് പിന്നീട് ഇപ്പം ഇങ്ങനെ പദവിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പിണറായിയെ സ്തുതിച്ച് ഇനിയും മുമ്പോട്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ള ശോഭന ജോർജൊക്കെ ഇരുന്ന സ്ഥലത്താണ് ഈ P. ജയരാജനെ കൊണ്ടുവന്നിരുത്തിയത്. പിന്നീട് അതിനുശേഷം ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നീട് CPM-ൽ വന്നു. CPM-ൻ്റെ സഹയാത്രികനായിട്ട് ഏറെക്കാലം നടന്നു. അവസാനം അവിടെ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങി താൻ തൻ്റെ തറവാട്ടിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് കോൺഗ്രസ്സിലേക്ക് പോകുന്നു. ഇപ്പോൾ കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ദിരാഭവനിലുണ്ട് അദ്ദേഹത്തിന് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം കൊടുത്തു. അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പോലും വേണ്ടാന്ന് നിരസിച്ച സ്ഥലത്താണ് കൊണ്ടുവന്ന് P. ജയരാജനെ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. P. ജയരാജന് വലിയ ഫാൻസ് ഉണ്ട് കേട്ടോ. ഫാൻസ് എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാരുടെ ഫാൻസ് പോലൊന്നും അല്ല. സിനിമാക്കാരുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവർ തന്നെ മമ്മൂട്ടി മോഹൻലാൽ തന്നെ പൈസ ഇറക്കിയിട്ട് ഒരു ടീമിനെ ഒപ്പിച്ചു വയ്ക്കും. അങ്ങനല്ലേ? അങ്ങനെയാണ്. രഞ്ജിനിക്കൊക്കെ അറിയാം, സിനിമയുടെ കുറേ ബന്ധങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അവർ പൈസ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. ഈ P. ജയരാജൻ്റെ ഫാൻസ് എന്നല്ല, അതിനെ പിന്തുണയ്ക്കുന്ന സഖാക്കന്മാര്, നല്ല സഖാക്കന്മാര്, അവരുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു, PJ ആർമി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ P. ജയരാജൻ ഇങ്ങനെ കത്തിക്കേറുന്ന കണ്ടപ്പോൾ പിണറായിക്ക് അത് വലിയ സഹിക്കാൻ പറ്റത്തില്ല, അസഹിഷ്ണുതയാണ്. VS അച്യുതാനന്ദന് കിട്ടിയ ഒരു അംഗീകാരം ഉണ്ടല്ലോ, ജനപ്രീതി. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വന്നതാണ്. ഈ അതുക്ക് ഒരാൾക്ക് മീതെ അങ്ങോട്ട് പറന്നു ഉയരാൻ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. VS അച്യുതാനന്ദന്റെ ഒക്കെ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ജനങ്ങളെ ഒരുപാട് ആകർഷിച്ച ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു VS. പിന്നെ VS-ന്റെ ഒക്കെ ഞാൻ ഈ മലയോര മേഖലകളിലൊക്കെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിന് പോയ സമയത്ത് ഞാൻ കണ്ടതാണ്. VS ഇന്ന് 5 മണിക്ക് ഇവിടെ എത്തും, പ്രസംഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പല ഭാഗത്തു നിന്നും ആൾക്കാർ ഉച്ച കഴിയുമ്പോൾ തന്നെ ഒഴുകുകയാണ് മൈതാനത്തേക്ക്. ഇടുക്കി ഭാഗങ്ങളിലൊക്കെ മലയോര മേഖലകളിലേക്ക് കണ്ണേ കരളെ VS എന്നല്ലേ വിളിക്കുന്നത്. ഈ കേൾക്കാൻ വരുന്നവർ മുഴുവൻ CPM-കാരൊന്നും അല്ല, എല്ലാ പാർട്ടിയിലും ഉണ്ട്. VS-ന്റെ ഒരു ശൈലിയുണ്ട്. ഈ CPM-നകത്ത് പാർട്ടി വിട്ട് പ്രസംഗം മറ്റുള്ള ആൾക്കാരും വരുന്നത് ആരുടെയൊക്കെ പ്രസംഗത്തിനാണെന്നറിയാം. EMS-ന്റെ പ്രസംഗം കേൾക്കാൻ വരും. ഞാൻ EMS-ന്റെ പ്രസംഗമൊക്കെ ഓടി നടന്ന് കേട്ടിട്ടുള്ളതാണ്. പിന്നെ EK നായനാരുടെ എന്തൊരു സ്വതസിദ്ധമായ ആ നർമ്മം, കയ്യിൽ ഒരു കെട്ട് പത്രവും ഉണ്ടാവും. മാത്രല്ല ദൂരദർശനിൽ ഒരു കാലത്ത് അദ്ദേഹം ലൈവ് സംഭാഷണം, എനിക്കൊന്ന് ആദ്യമായിട്ട് അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രമായിരിക്കും ജനങ്ങളുമായിട്ട് ഇത്രയധികം ഫ്രണ്ട്ലി ആയിട്ടാണ്, എന്ത് സൗഹൃദം. ഇപ്പോഴും അതൊക്കെ ഓരോരുത്തരുടെ അടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് അദ്ദേഹം പ്രസംഗിക്കാൻ വരുമ്പോൾ ഒരു കെട്ട് പത്രം കയ്യിലുണ്ടാവും, മനോരമയും ഹിന്ദുവും ഒക്കെ ഉണ്ടാകും. എന്തെങ്കിലും പ്രസംഗിച്ച് വരുമ്പോൾ എടോ പിന്നെ നിങ്ങൾ വായിച്ചില്ലേ, ഓൻ വായിച്ച കടലാസിലുണ്ടല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞ് പത്രമൊക്കെ ഉയർത്തിക്കാട്ടുക. അപ്പോൾ അവിടെ ആൾ കൂടും പ്രസംഗം കേൾക്കാനായിട്ട്. അങ്ങനെ പ്രസംഗം കേൾക്കാനായിട്ട് വരുന്ന വളരെ കുറച്ച് പേരുടെ ഉള്ളൂ. P. ജയരാജന് ഇതുപോലെ ആരാധകരുണ്ടെന്നുള്ളതാണ്. പാർട്ടിയിൽ വളരെ ശക്തമായ ഒരു അടിത്തറയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വളർന്നു വരാനായിട്ട് ഒരിക്കലും അനുവദിക്കത്തില്ല. പിണറായിക്ക് അത് അസഹിഷ്ണുതയാണ്. ഒരിക്കലും ഒരു കോട്ടയത്ത് നടന്ന പാർട്ടി സമ്മേളനത്തിനകത്ത് VS-ന് വേണ്ടി മഴ സമയത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അണികൾ അങ്ങനെ പ്രസംഗം കഴിഞ്ഞിട്ട് മുദ്രാവാക്യം വിളി നിർത്തുന്നില്ല. അടുത്തത് പിണറായിയാണ് പ്രസംഗിക്കാൻ വരുന്നത്. പിണറായി ഉടനെ മഴയത്താണ്, വലിയ അതിശക്തമായ മഴയും കൊണ്ടുകൊണ്ടാണ് ആൾക്കാർ മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്നത് ആ പൊതുയോഗ ഗ്രൗണ്ടിൽ.
കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റിൽ കിടക്കണം, ഇത് CPM ആണ് എന്നൊക്കെ പറഞ്ഞ് പിണറായി അവിടെ വരുത്താൻ നോക്കി എന്നുള്ളതാണ്. പിന്നെ ഓർക്കുന്നില്ലേ, ഒരു ഉറുദു കവിയുടെ കവിതയിലെ ശകലം കോട്ട് ചെയ്തുകൊണ്ട് കടലിൽ കിടക്കുന്ന വെള്ളം, കടലിലെ തിരമാല ഇങ്ങനെ ആർത്തടിക്കുന്നു, അതിലെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ കോരിയെടുത്തു കഴിഞ്ഞു, ആ തിരമാലയെ കണ്ടില്ലല്ലോ, അത് പിന്നെ കടലിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ അത് തിരമാല ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കുത്തിയതാണ്. ഇപ്പൊ ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ആരല്ല എന്തെല്ലാം പാടി, കപ്പിത്താന്, കാരണഭൂതന്, എന്തെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന് എന്തുമാകാം. അപ്പോൾ എന്തായാലും പിണറായി യുഗം അവസാനിക്കുന്നു, ഇനി PJ കയറി വരും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെ ഇപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഫ്ലെക്സുമൊക്കെ നിരന്നു വന്നിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.